ഇതാ പുലികളി 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 അർമാദകരമായി നടന്നുകൊണ്ടിരിക്കുന്ന തൃശൂർ നഗരിയിലേക്ക് കേരള വിഷൻ ന്യൂസിന്റെ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വൈകിട്ട് 4 മണി മുതൽ നമ്മൾ തുടർച്ചയായി തത്സമയം ഈ പുലികളിയുടെ വിശേഷങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സന്ധ്യ മയങ്ങി ഇരുട്ട് പരന്നിരിക്കുന്നുവെങ്കിലും അതിൻ്റെ പ്രകാശത്തിൽ, ആഘോഷത്തിൻ്റെ പ്രകാശത്തിൽ, നേരത്തെ കണ്ടതുപോലെയുള്ള പുലിവേഷങ്ങളുടെ കണ്ണുകളിലെ LED ലൈറ്റുകളുടെ പ്രകാശത്തിൽ, ഒപ്പം കെട്ടുകാഴ്ചകളുടെ പ്രകാശത്തിൽ നഗരിയായ തൃശൂർ ഇപ്പോൾ പുലിക്കളിയുടെ നഗരിയായി മാറുന്ന ഈ നിമിഷത്തിൻ്റെ ആവേശങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് കേരള വിഷൻ ന്യൂസ് മണിക്കൂറുകളായി ഈ പുലികളി പ്രേക്ഷകരിലേക്ക് ഓരോ നിമിഷവും വിവിധ ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങളിലൂടെ പങ്കുവെച്ചുകൊണ്ട് ഇരിക്കുന്നത്. മേഘ്ന മുരളിയും ആൻ്റണിയും പ്രസാദ് കാളിദാസനും അവിടെ നിന്ന് പുലികൾക്കിടയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. ആദ്യം മേഘ്നയിലേക്ക് പോകുന്നു. മേഘ്ന ഇപ്പോൾ എവിടെയാണ്? നമ്മളിപ്പോഴും ഈ സ്വരാജ് റൗണ്ടിൽ തുടരുകയാണ്. അതായത് ഇവിടെ പൂരക്കളി ഇങ്ങനെ കൊട്ടിക്കയറുകയാണ്. മൂന്നാമത്തെ ദേശം, അതായത് ഇതുവരെ ഈ സ്വരാജ് റൗണ്ടിലൂടെ കടന്നുപോയ മൂന്നാമത്തെ ദേശമാണ് ഇപ്പോൾ. ദേശത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏതാണ് മുന്നിൽ, അല്ലെങ്കിൽ ഏതാണ് മുന്നിലെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് അത്രയും ആവേശോജ്വലമായി ഈ ഒരു പുലിക്കളി കടന്നു പോകുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ പുലിക്കളി സംഘത്തിന്റെ, അതായത് വിവിധ വേഷങ്ങളിലുള്ള, വിവിധ ഭാവങ്ങളിലുള്ള വരയൻപുലിയും ഹിമപ്പുലിയും ചീറ്റപ്പുലിയും അടക്കമുള്ള പുലികൾ, ഏതൊക്കെ പുലികളാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള പുലികൾ, അത് ഒരു കാട്ടിൽ പോയ പോലെയുള്ള, അല്ലെങ്കിൽ ഒരു വന്യമൃഗ അനുഭവം തരുന്ന രീതിയിലുള്ള പുലിമേളമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇതിലൂടെ, ഈ സ്വരാജ് റൗണ്ടിന്റെ മുന്നിലൂടെ മൂന്നാമത്തെ ദേശമാണ് കടന്നു പോകുന്നത്. ഇനി കാനാട്ടുകര കൂടി ഈ ഒരു വീതിയിലൂടെ കടന്നു പോകാനുണ്ട്. അത് വെറുതെ കടന്നു പോകുന്നതല്ല, മറിച്ച് അവർക്ക് കൃത്യമായും മാർക്ക് രേഖപ്പെടുത്താനും, അല്ലെങ്കിൽ ഇതിന് ജഡ്ജസിനടക്കം മാർക്ക് രേഖപ്പെടുത്താനുള്ള ഒരു വേദി കൂടി ഒരുക്കിയാണ് ഈ സംഘം കടന്നു പോകുന്നത്. എന്തായാലും അത്രയേറെ ആവേശോജ്വലമായി ഇത് കൊട്ടിക്കയറുകയാണ്. കൊട്ടിക്കയറൽ അത്രയേറെ മനോഹരമാകുന്നു. അത് വലിയൊരു ദൃശ്യാവിഷ്കാരമായി തന്നെ മാറുന്നുണ്ട് എന്നതിൽ, ഈ ചെണ്ടമേളത്തിന്റെ താളത്തിൽ, ഈ പുലി നൃത്തത്തിന്റെ താളത്തിൽ അവർ അത് കൃത്യമായും രേഖപ്പെടുത്തുന്നു. അവർ ഈ തൃശ്ശൂരിന്റെ സാംസ്കാരിക പൈതൃകത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട്, ഓരോ ചുവടുകളും ഈ തൃശ്ശൂരിന്റെ സാംസ്കാരിക പൈതൃകത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് ഇനിയും ദേശങ്ങൾ വരാനുണ്ട്. ഇനി ഒരു ദേശം കൂടി കടന്നു പോകാനുണ്ട്. അവർക്കൊക്കെ ആവേശം പകരുന്ന രീതിയിലാണ് ഈ ജനങ്ങളുടെ ഒരു പിന്തുണ എന്ന് പറയുന്നത്. അതായത് തൃശ്ശൂർ എന്നല്ല, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള, സംസ്ഥാനത്തിന് പുറത്തു നിന്നെത്തിയിട്ടുള്ള ആൾക്കാർ അവർ ഈ ഒരു തൃശ്ശൂരിന്റെ സംസ്കാരത്തെ ഏറ്റുപിടിക്കുന്നു. അവർ ചെണ്ടമേളത്തിന്റെ താളത്തിൽ, പുലിക്കളിയുടെ താളത്തിൽ ഇപ്പോൾ കടന്നു പോകുന്നത് ചാക്കുമുക്ക് ദേശത്തിന്റെ ഒരു പ്രകടനമാണ്. അവർക്ക് 51 പുലികളുണ്ട്. 51 പുലികളും വ്യത്യസ്തമായി, അതായത് ഒരു വന്യഭാവം നൽകുന്ന രീതിയിൽ ഒരു പുലി മട ഇറങ്ങിയതുപോലെ ഈ ചാക്കുമുക്ക് പ്രദേശത്തൊക്കെ അവരുടെ ക്യാമ്പിലടക്കം നമ്മൾ പോയതാണ്. അപ്പോൾ അവർ പങ്കുവയ്ക്കുന്നതും ഒരുപാട് അതിൻ്റെ ഒരു കഷ്ടപ്പാടും, അല്ലെങ്കിൽ ഈ വർണ്ണങ്ങൾ വരയ്ക്കാൻ അടക്കമുള്ള കഷ്ടപ്പാടുകൾ, അങ്ങനെ പലതരത്തിലുള്ള ഒരു വലിയൊരു സാമ്പത്തിക ചെലവ്, അതൊക്കെ മറികടന്നാണ് ഈ ദേശങ്ങൾ ജനങ്ങളുടെ ഒരു ആവേശോജ്വലമാക്കിക്കൊണ്ട്, അവരുടെ ഒരു പ്രീതി പിടിച്ചു പറ്റിക്കൊണ്ട് കടന്നു പോകുന്നത്. അതെ, മേഘന സൂചിപ്പിച്ചതുപോലെ സ്വദേശിയെന്നോ വിദേശിയെന്നോ വ്യത്യാസമില്ലാതെ ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുന്ന എല്ലാവരും ഒരേ ഒരു ജനതയാവുകയും അവരുടെ ഭാഷ പുലിയുടെ ഭാഷയായി മാറുകയും ചെയ്യുന്ന മനോഹരമായ നിമിഷങ്ങൾക്കാണ് ഇരുട്ട് പരന്നുകൊണ്ടിരിക്കുന്ന ഈ സായം സന്ധ്യയിൽ സാംസ്കാരിക നഗരിയിൽ നിന്ന് നാം കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു ഭാഗത്ത് നിന്ന് നമ്മളുടെ കൂട്ടത്തിലുള്ള ആൻ്റണി ജോർജ്